അഞ്ചാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം നമ്മുടെ വാർഷിക പരീക്ഷ അടുത്തിരിക്കുകയാണ്. അപ്പോൾ പുതിയ മാതൃകയിലുള്ള ചോദ്യപേപ്പർ ആവശ്യപ്പെട്ടുകൊണ്ട് കുറേ ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കുകയാണ്. പ്രവർത്തനം 1 നോക്കൂ. അധോതത്യേഭ്യ ശ്ലോകേഭ്യ അമിത്രസ്യ ലക്ഷണ പ്രതിപാദകം ശ്ലോകം കിം. താഴെ കൊടുത്തിരിക്കുന്ന ശ്ലോകങ്ങളിൽ നിന്ന് അമിത്രസ്യ ലക്ഷണ പ്രതിപാദകം. അമിത്രം എന്ന് വെച്ചാൽ ആരാണ്? കൂട്ടുകാരനല്ലാത്തവൻ. നല്ല കൂട്ടുകാരനെയും അങ്ങനെ കുറച്ച് മൂന്നാല് ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ശ്ലോകങ്ങളിൽ അമിത്രത്തിൻ്റെ ലക്ഷണം പറയുന്ന ശ്ലോകം ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ ശ്ലോകം ഏതാണ്? വായിച്ചോളൂ. പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം വർജയേത്താദൃശം മിത്രം വിഷകുംഭം പയോമുഖം. രണ്ടാമത്തെ കരാവിവ ശരീരസ്യ നേത്രയോരിവ പക്ഷ്മണി അവിചാര്യ പ്രിയം കുര്യാത് തന്മിത്രം മിത്രമുച്യത്തെ യസ്യ മിത്രേണ സംഭാഷ യസ്യ മിത്രേണ സംസ്ഥിതിഃ മിത്രേണ സഹയോ ഭുങ്ക്തേ തതോ നാസ്തീഹ പുണ്യവാൻ. നമ്മൾ പഠിച്ച 3 സുഭാഷിതങ്ങളോടെ ഉണ്ട്. അവസാനത്തെ ശ്ലോകം നമുക്കറിയാം. ആരാണോ കൂട്ടുകാരനോടൊപ്പം സംസാരിക്കുന്നത്, നല്ല രീതിയിൽ സംസാരിക്കുന്നത്, നല്ല രീതിയിൽ ഇരിക്കുന്നത്, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നത്, അവനോളം പുണ്യവാനായിട്ടുള്ള ആള് ലോകത്തില്ല തന്നെ. രണ്ടാമത്തെ എന്താണ്? കരായുവ ശരീരസ്യ, ശരീരത്തിന് കൈകൾ പോലെയും കണ്ണുകൾക്ക് കൃഷ്ണമണി പോലെയും ആരാണോ, ഏത് കൂട്ടുകാരനാണോ നമ്മൾ പറയാതെ തന്നെ നമുക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നത്, ആ കൂട്ടുകാരനെ കൂട്ടുകാരൻ എന്ന് വിളിക്കുന്നു. ആദ്യത്തെ ശ്ലോകം എന്താണ്? പരോക്ഷേ, കാണാതിരിക്കുമ്പോൾ കാര്യങ്ങൾ മുടക്കുകയും മുന്നിൽ വരുമ്പോൾ പ്രിയം സംസാരിക്കുകയും നല്ല രീതിയിൽ തേനൊലിപ്പിക്കുന്ന വർത്തമാനം പറയുന്ന ആളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള കൂട്ടുകാരനെ എന്ത് ചെയ്യണം? വിഷകുംഭം പയോമുഖം. പാല് നിറച്ച വിഷം നിറച്ച കുടം പോലെ, പാല് മുകളിലുള്ള വിഷം നിറച്ച കുടം പോലെ നമ്മൾ എന്ത് ചെയ്യണം? അവനെ ഉപേക്ഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൽ അമിത്രത്തിൻ്റെ ലക്ഷണം പറയുന്ന ശ്ലോകം ഏതാണ്? ഒന്നാമത്തെ ശ്ലോകമാണ്. ആ ശ്ലോകം എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഉത്തരമായി. രണ്ടാമത്തെ നോക്കൂ, ഒരു പുതിയ മാതൃകയിലുള്ളൊരു ചോദ്യമാണ് ഖ വന്നിരിക്കുന്നത്. അധോതത്തേഷു ഉചിതം ഗണം ചിത്വാ ലിഖതു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉചിതമായ ഗണം എടുത്തെഴുതുക. അപ്പോൾ ഇവിടെ 4 വാക്കുകൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത്തെ നോക്കൂ സെറ്റ്. വനം വനേ വനാനി. രണ്ടാമത്തെ പുസ്തകം പുസ്തകൗ പുസ്തകാനി. ബാലഹ ബാലേ ബാലാനി. ബകഹ ബകൗ ബകാഹ. ഇതിൽ എന്താ ചെയ്യാൻ പറയുന്നത്? ഉചിതമാണ്. എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഉചിതമാണോ അനുചിതമാണോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറയുന്നത് നോക്കണം. ഇവിടെ ഉചിതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ വരിക നോക്കൂ. ഒന്നാമത്തെ വനം വനേ വനാനി. ശരിയാണോ? അതെ, കാരണം വനം എന്നുള്ളത് നപുംസകപദമാണ്. അതിൻ്റെ ദ്വിവചനം വനേ എന്നും ബഹുവചനം വനാനി എന്നുമാണ്. ഓക്കെ. അടുത്തത് പുസ്തകം പുസ്തകൗ പുസ്തകാനി. ശരിയാണോ? അല്ല. കാരണം എന്താ? പുസ്തകം എന്ന് പറയുന്നത് വനം പോലെ തന്നെ വരേണ്ട ശബ്ദമാണ്. പുസ്തകം പുസ്തകേ എന്നാണ് വരേണ്ടിയിരുന്നത്. അതിന് പകരം എന്താ വന്നിരിക്കുന്നത്? പുസ്തകൗ എന്നാണ് വന്നിരിക്കുന്നത്. അടുത്തതോ ബാലഹ ബാലേ ബാലാനി. ശരിയാണോ? അല്ല. നമ്മൾ ആദ്യം പഠിച്ച അതാണല്ലേ. ഒന്നാമത്തെ രണ്ടാമത്തെ പാഠത്തിലേക്ക് പഠിച്ചിട്ടുണ്ട്. ബാലഹ കഴിഞ്ഞാൽ അതിൻ്റെ ദ്വിവചനം എന്താ വരിക? ബാലൗ എന്നാണ് വരേണ്ടിയിരുന്നത്. അതുപോലെ അതിൻ്റെ ബഹുവചനം ബാലാനി എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ടിക്കറ്റ് വയ്ക്കുക. ഒന്നിന് നേരം നമ്മൾ ടിക്കറ്റ് ഉണ്ട്. 2ഉം 3ഉം തെറ്റാണ്. ഓക്കെ. ബകഹ ബകൗ ബകാഹ. എന്താ അർത്ഥം? കൊറ്റി അല്ലേ? ബകഹ. അതിൻ്റെ ദ്വിവചനം പുല്ലിംഗ ആയതുകൊണ്ട് തന്നെ ബകൗ എന്നാണ്. ബകാഹ ബഹുവചനം. അപ്പോൾ ഏതൊക്കെ ശരി? 1, 4 ശരി. അപ്പോൾ അതിൽ ഏത് ഓപ്ഷനാണ് വരിക നോക്കൂ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? 1, 4 വരുന്ന ഏതാണ്? 1, 4 സാധു എന്നുള്ളത് സി ആണ്. അപ്പോൾ സി എന്നുള്ള ഉത്തരം എന്ത് ചെയ്യണം? എടുത്ത് എഴുതണം. ഇത് ഇങ്ങനത്തെയുള്ള ചോദ്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഉചിതമാണോ അനുചിതമാണോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഉചിതം ശരിയായ ഗണമാണെങ്കിൽ 1, 4 ആണ്. ഇപ്പോൾ ഇത് ഏത് ചോദ്യത്തിന് അനുചിതം എന്ന് തന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? 2, 3 ആണ്. എന്ത്? ശരി. തെറ്റ്. അപ്പോൾ അത് 2, 3 അസാധു എന്നുള്ള ഉത്തരമായിരുന്നു നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ടിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഉചിതമാണോ അനുചിതമാണോ, ശരിയാണോ തെറ്റാണോ ടിക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കണം. ഓക്കെ. അടുത്ത നോക്കൂ. അധോധത്തെ പ്രസ്താവനെ ഉചിതം ഗണം ചിത്വാ ലിഖതു. എന്താ പറഞ്ഞിരിക്കുന്നത്?
താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഉചിതമായ ഗണം ഏതാണെന്നുള്ളത് വായിച്ച് ഉചിതമായ ഗണം ഏതാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ടിക്ക് ചെയ്യണം. നോക്കൂ, ഭാരതീയ ചലച്ചിത്രസ്യ പിതാ ദാദാ സാഹേബ് ഫാൽക്കെ ഭവതി. എന്താ? ഇന്ത്യൻ സിനിമയുടെ പിതാവ് ദാദാ സാഹേബ് ഫാൽക്കെ ആവുന്നു. ശരിയാണോ? ശരിയാണ്. അപ്പോൾ ടിക്ക് കിട്ടും. അടുത്ത, പ്രഥമം സംസ്കൃത ചലച്ചിത്രസ്യ നിദേശകഃ വിനോദ് മങ്കര ഭവതി. ആദ്യത്തെ സംസ്കൃത ചലച്ചിത്രത്തിൻ്റെ ഡയറക്ടർ, സംവിധായകൻ വിനോദ് മങ്കരയാണ്. ശരിയാണോ? ആണോ? അല്ല. ആദ്യത്തെ സിനിമയുടെ ഡയറക്ടർ ആരായിരുന്നു? GV അയ്യർ അല്ലേ? നമ്മുടെ ആദിശങ്കരാചാര്യ എന്ന സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള GV അയ്യരാണ് ആദ്യ സംസ്കൃത ചലച്ചിത്രത്തിൻ്റെ ഡയറക്ടർ. അപ്പോൾ ഇവിടെ 1 ശരിയും 2 തെറ്റുമാണ്. അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷൻ നോക്കാം? 1, 2 സാധു, 1ഉം 2ഉം ശരി. ആ ഓപ്ഷൻ ശരിയാണോ? അല്ല. 1 അസാധു 2 സാധു, 1 തെറ്റ് 2 ശരി. അത് ശരിയാണോ? അല്ല. 1, 2 അസാധു, 1ഉം 2ഉം തെറ്റ്. ശരിയാണോ? അല്ല. 1 സാധു 2 അസാധു, 1 ശരിയാണ് 2 തെറ്റാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഏതാ വരിക? D എന്നതാണ് ഓപ്ഷൻ. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം? ആ ചോദ്യത്തിന് ഉത്തരം നൽകണം. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ 5 മാർക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് എളുപ്പമാണെന്ന് കരുതുന്നു. അടുത്ത നോക്കൂ, പ്രവർത്തനം 2. മഞ്ജുഷാദഃ ഉചിതാഃ ആചാരോപചാര ശബ്ദാഃ സംബോധന രൂപാണി ച സ്വീകൃത്യ സംഭാഷണസ്യ റിക്താംശാൻ പൂരയതു. ബ്രാക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യൂ? ആചാരോപചാര ശബ്ദങ്ങളും സംബോധന രൂപങ്ങളും എല്ലാം ചേർത്തിക്കൊണ്ട് ഇതിൻ്റെ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ ആചാരോപചാര ശബ്ദങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ സംബോധന രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹേലതേ, ഹേലതാഹ, ധന്യവാദഃ, നമസ്തേ, പുനർമിലാവഃ, മഹോദയഃ, ഹേ മഹോദയോ. ഇവിടെ നോക്ക് 1, 2, 3, 4, 5 ഓപ്ഷനേ ഉള്ളൂ. പക്ഷേ ഇവിടെ മുകളിൽ 7 ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ലത, നമ്മുടെ 5ാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. ലത എന്ത് ചെയ്യണം? അധ്യാപകനോട് പറഞ്ഞു, സുപ്രഭാതം ഡാഷ്. ഏതാ വരിക? സുപ്രഭാതം സാർ അല്ലേ? അപ്പോൾ ഇതിൽ മഹോദയ എന്നാണോ ഹേ മഹോദയോ എന്നാണോ വരിക? പറഞ്ഞോളൂ. ഹേ സുപ്രഭാതം മഹോദയ. മഹോദയോ എന്നുള്ളത് എന്നൊരു രൂപം നമുക്ക് പുല്ലിംഗത്തിലില്ല. അപ്പോൾ മഹോദയ എന്നുള്ളത് എന്ത് ചെയ്യണം? എടുത്തെഴുതണം. അപ്പോൾ അധ്യാപക ഡാഷ്. അപ്പോൾ തിരിച്ചെന്താ പറയുക? സുപ്രഭാതം പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? നമസ്തേ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? നമസ്തേ. അകച്ചതു കിമർത്ഥമാഗതവതി. വരൂ, എന്തിനാണ് വന്നിരിക്കുന്നത്? അപ്പോഴാണ് പറയുന്നത്, നമ്മുടെ വിദ്യാലയത്തിൻ്റെ അടുത്തുള്ള മരം മുറിക്കാൻ അതിൻ്റെ സ്വാമി, അതിൻ്റെ ഓണർ തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ തടയണമെന്ന് പറഞ്ഞു. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, വയം തദർത്ഥം പ്രയത്നം കുർമഹ. നമുക്ക് എന്ത് ചെയ്യാം? അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാം. ഹേ ലതേ. ഇവിടെ എന്ത് വരണം? അല്ലയോ ലതേ, ഹേ ലതേ എന്നുള്ളതാണ് വരേണ്ടത്. ഏകവചനത്തിലാണ് ഇവിടെ പ്രയോഗിക്കേണ്ടത്. ലതാഹ എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ഹേ ലതേ, അല്ലയോ ലതേ, തവ വൃക്ഷസ്നേഹ സഹജീവി സ്നേഹ ച അഭിനന്ദനീയ. എൻ്റെ മരത്തിനോടുള്ള സ്നേഹവും സഹജീവി സ്നേഹവും ഒക്കെ എന്ത് ചെയ്യണം? എന്താണ്? അഭിനന്ദനാർഹമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ലത പറയണം എന്ത്? ധന്യവാദ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അധ്യാപകൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും പുനർമിലാവഹ. അപ്പോൾ ഇതിൽ ഉചിതമായത് എടുത്തെഴുതുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. അപ്പോൾ ആ രീതിയിൽ 5 മാർക്കുകളും നമുക്കിവിടെ സ്കോർ ചെയ്യാം, A ഗ്രേഡ് കരസ്ഥമാക്കാൻ പറ്റും. ഓക്കെ. ഇത് നേരത്തെ നമ്മൾ തന്നൊരു പ്രവർത്തനം തന്നെയാണ്, 2 ഓപ്ഷൻസ് കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. 3ാമത്തെ പ്രവർത്തനം നോക്കൂ. ചിത്രാനുസാരം മഹാത്മാനാം നാമാനി യഥോചിതം ചിത്വാലിഖതു. ചിത്രത്തിൽ നോക്കി മഹാത്മാക്കളുടെ പേരുകൾ എടുത്തെഴുതുക. ഇവിടെ നോക്കൂ, നമുക്ക് 4 ചിത്രങ്ങളാണുള്ളത്. പക്ഷേ ഇവിടെ നോക്കിയേ, 1, 2, 3, 4, 5 ആൾക്കാരുടെ പേര് തന്നിട്ടുണ്ട്. ആരൊക്കെയാണ് നോക്കൂ? ശ്രീരാമകൃഷ്ണ പരമഹംസ, സ്വാമി വിവേകാനന്ദ, മദർ തെരേസ, ഭഗിനി നിവേദിത, ജവഹർലാൽ നെഹ്റു. ആരൊക്കെയാണ് ഇതിൽ? പറയൂ. ആദ്യത്തെ ആളാരാണ്? നമ്മുടെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ, വിവേകാനന്ദൻ്റെ ഗുരുവായിട്ടുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസരാണ് ഇവിടെ തന്നിരിക്കുന്നത്. 2ാമത്തെ ആളാരാണ്? നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു. അടുത്ത ആളാരാണ്? നമുക്ക് പഠിക്കാനല്ലേ. ആരാണത്? മദർ തെരേസ. അവസാനത്തെ വിവേകാനന്ദ. അപ്പോൾ ആ രീതിയിൽ 4 മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാം. അതിൽ 5ാമതായിട്ട് വന്ന് കൊടുത്തിരിക്കുന്നത് ഭഗിനി നിവേദിതയാണ്. അപ്പോൾ ആ ചിത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ ചിത്രങ്ങളെല്ലാം നമുക്ക് പോകണം. 5ാമത്തെ ചോദ്യം, 5ാമത്തെ മാർക്ക് കിട്ടാനുള്ള ചോദ്യം നോക്കൂ. ഉദാഹരണാനുസാരം ലിഖതു. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഭാരതീയം എന്നുള്ളത് ഭാരതേ ഭവം എന്ന് കൊടുത്തിട്ടുണ്ട്.
ഭാരതേ ഭവം, ഭാരതത്തിലുള്ളതാണെന്ത്, ഭാരതീയം എന്ന് പറയുന്നത്. അപ്പോൾ കേരളീയം എന്നുള്ളത് എങ്ങനെ പറയാം, പറഞ്ഞോളൂ. ഭാരതീയം ഭാരതേ ഭവം. അപ്പോൾ കേരളീയം, ആ ഉത്തമം, കേരളേ ഭവം എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഓക്കെ, ആ ഒരു ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ 1 മാർക്ക്. വിഗ്രഹങ്ങളും നമുക്ക് വരും. അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 5. ദിനദർശികാം ദൃഷ്ടുവ അധോദത്താനാം പ്രശ്നാനാം ഉത്തരാനുലിഖതു. എന്താണ്, കലണ്ടർ നോക്കിയിട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ. അപ്പോൾ കലണ്ടർ ഇവിടെ 2024 ഫെബ്രുവരിത്തെ നമ്മുടെ പാഠപുസ്തകത്തിൽ കലണ്ടർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം മാതൃകകളാണ്. ഇതേപോലെ ചോദ്യങ്ങൾ നമുക്ക് വരാമെന്നേ പറയാൻ കഴിയുള്ളൂ. അത് ഇതൊരു മാതൃകയായിട്ട് മാത്രം എടുക്കുക എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, ചോദ്യം നോക്കൂ. ഒന്നാമത്തെ ചോദ്യം, ഫെബ്രുവരി ഇത് എത്ര സംഖ്യ പറഞ്ഞോളൂ. 12 ആണോ 22 ആണോ? ദ്വാദശ, 12 അല്ലേ. കസ്മിൻ വാസരേ ഭവതി, ഫെബ്രുവരി 12 ഏതാഴ്ചയാണ്? ഏതാഴ്ച വരിക പറഞ്ഞോളൂ. ഫെബ്രുവരി 12 എവിടെ നോക്കൂ, 12 എവിടെ നിൽക്കുന്നത്? ഏതാഴ്ചയാണ്? സോമവാസര. ഏതാഴ്ചയാണ്? തിങ്കളാഴ്ച. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഫെബ്രുവരി മാസേ കതി ശനിവാസരാഹ ച സന്തി. എന്താ ചോദിക്കുന്നത്? ഫെബ്രുവരി മാസത്തിൽ എത്ര ശനിയാഴ്ചകളുണ്ട്? ഇവിടെ എവിടെയാണ് ശനിയാഴ്ച? അവസാനമുണ്ട് അല്ലേ. അപ്പോൾ എണ്ണിക്കോളൂ. ഏകം ദ്വേ ത്രീണി ചത്വാരി, 4 എണ്ണമാണ് എന്ത് ചെയ്യുള്ളത്, ശനിയാഴ്ചകളായിട്ട് നമുക്ക് ഉള്ളത്. അപ്പോൾ ഇവിടെ ചത്വാരി എന്ന സംഖ്യയിലും അക്ഷരത്തിലും എഴുതുക. അടുത്ത ചോദ്യം നോക്കിയേ. കതി വിരാമദിനാനി സന്തി. എത്ര വിരാമദിനം? എന്താ വിരാമദിനം? ഇവിടെ ക്ലൂ തന്നിട്ടുണ്ട്. രക്തവർണ്ണാങ്കിതാനി ദിനാനി, ചുവപ്പ് നിറത്ത്. അപ്പോൾ ചുവപ്പ് നിറത്തുള്ള ദിനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒഴിവ് ദിവസങ്ങൾ. എത്ര ഒഴിവ് ദിവസമുണ്ട് നോക്കിയേ, പറഞ്ഞോളൂ. ഏകം ദ്വേ ത്രീണി ചത്വാരി. കഴിഞ്ഞോ? ഇല്ല, ഇവിടെ ശ്രദ്ധിക്കണം. 10 കൂടി ഒഴിവ് ദിവസമാണ്. അപ്പോൾ പഞ്ച, ഇവിടെ പഞ്ച എന്ന് എഴുതാം. അടുത്ത് എളുപ്പമുള്ള ചോദ്യമാണ്. സപ്താഹേ കതി വാസരഹ സന്തി. സപ്താഹം, എന്താ സപ്താഹം? അപ്പം നമുക്കറിയാം, സപ്താഹം എന്ന് പറഞ്ഞാൽ 7 ദിവസം അല്ലെങ്കിൽ ആഴ്ച എന്നർത്ഥം, സപ്താഹം. അപ്പോൾ സപ്താഹം എത്ര ദിവസമുണ്ട്? അതിൽ തന്നെ ഉണ്ടല്ലോ ഉത്തരം, സപ്താഹ എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ എഴുതുക. അപ്പോൾ ഈ രീതിയിൽ ഇവിടെ 4 മാർക്കുകൾ വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ കഴിയും. സംഖ്യയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നിർബന്ധമായിട്ടുണ്ടാവും. അതൊരു നമ്മളെപ്പോഴും ഈ രീതിയിൽ വരുന്ന ചോദ്യമാണ്. പ്രസ്താവന പഠിത്വ ഉചിത ഗണം ചിത്വാ ലിഖതു. പ്രസ്താവന വായിച്ച് ഉചിതമായ ഗണം എടുത്തെഴുതുക. എന്താ പ്രസ്താവന? ജീവനെ ഭക്ഷണം അനിവാര്യം ഭവതി. പ്രസ്താവനയാണ്. കാരണം ആരോഗ്യായ പോഷകസമൃദ്ധം ആഹാരം ആവശ്യകമസ്തി. എന്താ പറയുന്നത്? ജീവനെ ഭക്ഷണം അനിവാര്യം ഭവതി. ജീവിതത്തിൽ ഭക്ഷണം അനിവാര്യമാണ്. കാരണം ആരോഗ്യത്തിന് പോഷകസമൃദ്ധം ആഹാരം ആവശ്യകം ഭവതി. ആരോഗ്യത്തിന് പോഷകസമൃദ്ധമായ ആഹാരം ആവശ്യമാണ്. ഇത് ശരിയാണോ? ജീവിതത്തിൽ ഭക്ഷണം ആവശ്യമാണ്, ശരിയാണ്. കാരണം അതിൻ്റെ കാരണം എന്താ? ആരോഗ്യത്തിന് പോഷകസമൃദ്ധമായ ആഹാരം വളരെയധികം ആവശ്യമാണ്. അപ്പോൾ ഉഭയോരഭി സാധു. പ്രസ്താവനയും കാരണവും ശരിയാണ്. എന്നതിൻ്റെ ഉചിതമായ വിശദീകരണം തന്നെയാണ് പ്രസ്താവന. അപ്പോൾ അതാണ് എന്ത് ചെയ്യേണ്ടത്, ഓപ്ഷൻ ടിക്കിടുന്നത്. പക്ഷേ തിരിച്ചും വരാം. എന്താ പറയുക, ഇത് രണ്ടും ശരിയായിരിക്കാം, പക്ഷെ വിശദീകരണം ശരിയായിരിക്കില്ല. അതുപോലെ ഒന്ന് ശരി, രണ്ടാമത്തെ തെറ്റ്, അങ്ങനെയൊക്കെ മറിഞ്ഞൊക്കെ വരാം. അപ്പോൾ പ്രസ്താവന വായിച്ച് ശരിയായത് ഏത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് എടുത്ത് എഴുതണം. അഞ്ചാമത്തെ പ്രവർത്തനം നോക്കൂ. ഉദാഹരണാനുസരണം ലോട്ട് രൂപമാണ് ഇരിക്കുന്നത്. ഉദാഹരണം അനുസരിച്ച് ലോട്ട് രൂപങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉദാഹരണം തന്നിട്ടുണ്ട്. ചിലപ്പോൾ ശരിക്കുള്ള ചോദ്യത്തിൽ ഉദാഹരണം ഉണ്ടാവണമെന്നില്ല. ഉപവിശതു. പഠതി എന്താ വരേണ്ടത്? പഠതു അല്ലെങ്കിൽ പഠ. ലിഖതി ലിഖതു. ഈ രീതിയിൽ എന്ത് ചെയ്യണം, ചോദ്യങ്ങൾ വരാം. അടുത്ത് നോക്കിയേ. യഥോചിതം യോജിതു. ഉചിതമായ രീതിയിൽ യോജിപ്പിക്കുക. ഇതി പ്ലസ് ആദയ പ്രധാനം ച കരൗ ഇവ. ഇവിടെ നോക്കിയേ, 3 എണ്ണമാണ് ചെയ്യാനുള്ളത്. പക്ഷേ ഇവിടെ ഉത്തരങ്ങളായിട്ട് 6 എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ ശരിയായത് മാത്രം എന്ത് ചെയ്യണം, വായിക്കണം. അപ്പോൾ ഇതി പ്ലസ് ആദയ, അതിൻ്റെ സമസ്തപദം എന്താണ് വരിക, പറയൂ. ഇത്യാദയ. ഇവിടെ നോക്കിയേ, ഇതിയാദയ. ശരിയാണോ? ഇല്ല, ഇവിടെ ഇതാ ഇത്യാദയ എന്നുള്ളതുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരച്ച് ചേർക്കുക. പ്രധാനം പ്ലസ് ച ഒന്ന് പറഞ്ഞു നോക്കിയേ. പ്രധാനം ജ. അപ്പോൾ നോക്കിയേ, പ്രധാനഞ്ച എന്ന് പറയുന്നത് ഇതാ ഇവിടെയുണ്ട്. പ്രധാനഞ്ച. ഇവിടെ പ്രധാനച്ച ഉണ്ട്, അക്ഷരം ശ്രദ്ധിക്കണം. പ്രധാനഞ്ച എന്നുള്ളതാണ് വരേണ്ടത്. കരൗ ഇവ എന്താ വരേണ്ടത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒന്നാമത്തെ ക്വസ്റ്റ്യനിലും വന്നിട്ടുണ്ട് അല്ലേ.
കരാവിവ ശരീരസ്യ എന്നുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കരോയിവയുണ്ട്, കരാവിവയുണ്ട്. ഏതാ വരേണ്ടത്? കരായിവ. അപ്പോൾ ആ 3 ഓപ്ഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ 3 2 5 മാർക്ക് നമുക്കിവിടെ എ ഗ്രേഡ് വരും. 6ാമത്തെ പ്രവർത്തനം നോക്കൂ. കോഷ്ടകാത് ഉചിതാനി പദാനി സ്വീകൃത്യ യഥോചിതം യോജയിതു. ബ്രാക്കറ്റിൽ നിന്ന് ഉചിതമായ പദങ്ങൾ സ്വീകരിച്ചിട്ട് ഉചിതമായി യോജിപ്പിക്കുക. അവിടെ നോക്കിയേ, ക്രിക്കറ്റ്, നിദേശക, ഫുട്ബോൾ, ഗായിക, അങ്ങനെ 4 ഓപ്ഷൻ തന്നിരിക്കുന്നത്. നോക്കിയേ, അപ്പോൾ ഇതിൽ ഓരോ മേഖലയിലും വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ക്രിക്കറ്റ്, ഇതിലാരാ വരിക? സുജാത, ക്രിക്കറ്റ് കളിക്കാരിയാണോ? സഞ്ജു സാംസൺ, ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയിലൊക്കെ വന്നതാണല്ലേ സഞ്ജു സാംസൺ. അപ്പോൾ സഞ്ജു സാംസൺ ആണെന്ത്? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വാക്ക്. ചിലപ്പോൾ ഫോട്ടോ ഒക്കെ തന്നൊന്ന് വരാം. നിദേശക, ഡയറക്ടർ ആരാണ്? ഡയറക്ടർ നമുക്കറിയാം. സുജാതയാണോ? അല്ല, സഞ്ജു സാംസൺ ക്രിക്കറ്ററാണെന്ന് പറഞ്ഞു. രാജമൗലി, നമ്മുടെ ബാഹുബലി പോലത്തെ സിനിമകളൊക്കെ എടുത്ത രാജമൗലിയാണെന്ത്? ഡയറക്ടറായിട്ട് വരേണ്ടത്. ഫുട്ബോൾ, സുജാത, സഞ്ജു സാംസൺ, രാജമൗലി, IM വിജയൻ, മഞ്ജു വാര്യർ. ആരാണ് വരിക? IM വിജയൻ അല്ലേ. ഗായിക ആരാണ്? ഇവിടെ ഇനിയിപ്പോൾ ബാക്കി 2 പേരേ ഉള്ളൂ, മഞ്ജു വാര്യർ, സുജാത. ആരാ അതിൽ ഗായിക? സുജാതയാണ് അല്ലേ. സുജാത എന്നുള്ളത് എഴുതുന്നു. അവിടെ 4 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നു. അടുത്ത ഉചിതം ഗണം ചിത്വാലിക, ഉചിതമായ ഗണം എടുത്ത് എഴുതുക. ജാനകി ജാനേ ജപാകുസുമം ഭാരത സർവകാര വൃക്ഷ. ഇവിടെ സത്യമേവ ജയതേ, പാദപ, യൂസഫ് അലി കേച്ചേരി, രക്തവർണ, സത്യം ശിവം സുന്ദരം. ഇവിടെ നോക്കിയേ, ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഉത്തരം അറിഞ്ഞാൽ മാത്രം പോരാ, ശരിയായിട്ടുള്ള ഗ്രൂപ്പ് എടുത്ത് എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ കഴിയണം. 1 ഗ 2 ഗ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? നോക്കിയേ, ജാനകി ജാനേ എന്നുള്ളതിൽ ഏതാണ് ഉചിതമായി വരിക? സത്യമേവ ജയതയാണോ, പാദപഹയാണോ, യൂസഫ് അലി കേച്ചേരിയാണോ, രക്തവർണഹയാണോ, സത്യം ശിവം സുന്ദരാണോ? നമുക്കറിയാം അല്ലേ, ജാനകി ജാനേ, യൂസഫ് അലി കേച്ചേരിയാണ്. അപ്പോൾ 1 ഏതാണ്? ഗ. അപ്പോൾ ഇതിലേക്ക് വരച്ച് ചേർക്കുമ്പോൾ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ 1 ഗ എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ 1 ഗ ആയിട്ടുള്ള ഓപ്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ഗ നോക്കിയേ, 2 ബിയിൽ 1 ഗ ഉണ്ട്. അതുപോലെ സിയിൽ നോക്കി 1 ഗ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. അപ്പോൾ ആ ഓപ്ഷൻ നമ്മൾ ഇനി എന്ത് ചെയ്യണ്ട? നോക്കേണ്ട കാര്യമില്ല. ഡിയിൽ എന്തുണ്ട്? 1 ഗ ഉണ്ട്. അപ്പോൾ ABD എന്നുള്ള ഓപ്ഷൻസ് മാത്രം നമ്മൾ ഇനി നോക്കിയാൽ മതിയാവും. അടുത്ത് ജപാകുസുമം. ഏതാണ് ജപാകുസുമം? ചെമ്പരത്തി അല്ലേ. ചെമ്പരത്തിക്ക് ഏതാതിൽ വരിക ഓപ്ഷൻസ്? രക്തവർണ അല്ലേ, ചുവപ്പ് നിറം. അപ്പോൾ 2 ഗ. അപ്പോൾ 1 ഗായും 2 ഘായും ആയിട്ടുള്ള ഓപ്ഷൻ നോക്കിയേ. 1 ഗ 2 ഘ, ഇവിടെയും 2 ഘ വന്നിട്ടുണ്ട്. അപ്പോൾ 3ലും വന്നിട്ടുണ്ട്. അപ്പോൾ 3ാമത്തെ ഓപ്ഷൻ നോക്കാം. ഭാരത സർവകാര, ഭാരത സർക്കാർ എന്ന ഓപ്ഷൻ വരുന്നത് ഇതിലേതാണ്? ഭാരത സർക്കാരിൻ്റെ ധ്യേയവാക്യമായിട്ടുള്ള സത്യം ശിവം സുന്ദരമാണോ, സത്യമേവ ജയതയാണോ? സത്യമേവ ജയതയാണ്. അപ്പോൾ 3 ക വരുന്ന ഓപ്ഷൻ ഏതാണ് ഇതിലുള്ളത്? നോക്കി, ഇവിടെ 3 ങ്ങായാണ്, 3 ങ്ങായാണ്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ക. ഇനി അവസാനത്തെ നമുക്ക് ഓർപ്പിക്കാം. വൃക്ഷ പാദപ, വൃക്ഷം പാദപ. വൃക്ഷ എന്നുള്ളതിൻ്റെ അർത്ഥം പാദപഹയാണ്. 4 ഖ. ആ ഓപ്ഷനും ഇവിടെ മാത്രമേ ഉള്ളൂ. അത് ഡിയിലുണ്ട്, പക്ഷേ 3 ങ്ങായാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ശരിയായിട്ടുള്ള ഓപ്ഷൻ? ഓപ്ഷൻ ഡി. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരം ആയിട്ട് നമുക്കിവിടെ എഴുതാനുണ്ടാവും. അപ്പോൾ ഇത് 6 പ്രവർത്തനങ്ങൾ മാത്രം തന്നിരിക്കുന്നത്. നമുക്ക് ശരിക്കുള്ള ചോദ്യപേപ്പറിൽ ഓപ്ഷൻസ് ഉൾപ്പെടെ 8ഓളം ചോദ്യങ്ങൾ വരും. 6 പ്രവർത്തനങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതൊരു മാതൃകയായിട്ട്, ആദ്യം വീണ്ടും പറയുന്നു, ഇതൊരു മാതൃകയായിട്ട് മാത്രം ഉൾക്കൊള്ളുക. ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തിയെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പുനർമിലാമ.